ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീക്കിൽ ഗേറ്റിന്റെ ട്രിപ്പിളിയിലുള്ള പവർ ഇലക്ട്രോണിക്സ് എന്നുള്ള ഒരു സബ്ജക്റ്റിൽ ആ ഒരു ടോപ്പിൽ വരുന്ന MCQ സെറ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ MCQ സെറ്റ് 2 ആണ്. ലാസ്റ്റ് വീക്കിൽ നമ്മൾ MCQ സെറ്റ് 1 ചെയ്തിരുന്നു. അപ്പൊ ഈ ഒരു വീക്കിൽ നമ്മൾ MCQ 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. ഫോർ കമ്മ്യൂട്ടേഷൻ ഇൻ ദ 3-phase PAC, normally balanced 3-phase voltage VR, VY and VB, okay, are connected to the 3 legs of the converter via. അപ്പോൾ നമുക്ക് ഒരു നോർമൽ ആയിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് വോൾട്ടേജുകൾ VR, VY, VB എന്നുള്ള 3 വോൾട്ടേജുകൾ ഉണ്ട്. ഇത് നമ്മൾ ആ ഒരു കമ്പ്യൂട്ടേഷൻ സർക്യൂട്ടിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നോക്കൂ. 3 ഇൻഡക്ടൻസ്, 3 കപ്പാസിറ്റൻസ്, 3 റെസിസ്റ്റൻസ്, 3 ട്രാൻസിസ്റ്റേഴ്സ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, 3 ഇൻഡക്ടൻസ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കൂ, VR, VY, VB എന്ന് പറഞ്ഞ ഈ ഒരു 3 ഫേസ് കണക്ഷൻ നമ്മൾ ആ ഒരു സർക്യൂട്ടിലേക്ക് ഒരു SCR ഉള്ള ആ ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് ബൈ യൂസിങ് 3 ഇൻഡക്ടൻസ്. LS എന്ന് പറഞ്ഞിട്ടുള്ള 3 ഇൻഡക്ടൻസ് ആണ്. ഓരോന്നിനും സെപ്പറേറ്റ് ഇൻഡക്ടൻസ് ആണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 3 ഇൻഡക്ടൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ, voltage commutation circuit can be converted into a current commutation by interchanging the positions of. ഒരു വോൾട്ടേജ് കമ്മ്യൂട്ടേഷൻ സർക്യൂട്ടിനെ നമുക്കൊരു കറണ്ട് കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട് ആക്കുന്നതിന് വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നാണ്. ഓക്കെ, ഓപ്ഷൻസിൽ എ ആണ് റൈറ്റ് ആൻസർ. അതായത് നമുക്ക് അതിലൊരു ഡയോഡും കപ്പാസിറ്ററും ഉണ്ടാകും. അതിനെ ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് ഒരു വോൾട്ടേജ് കമ്മ്യൂട്ടേഷൻ സർക്യൂട്ടിനെ നമുക്കൊരു കറണ്ട് കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തൈറിസ്റ്ററിനെ ടേൺ ഓഫിലേക്ക് ആക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്, അല്ലെ? SCR അല്ലെങ്കിൽ ഒരു തൈറിസ്റ്ററിനെ ടേൺ ഓഫ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് നാച്ചുറൽ കമ്മ്യൂട്ടേഷനും ഉണ്ട്, ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷനും ഉണ്ട്. നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു -0യിലേക്ക് കറന്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി തൈറിസ്റ്റർ ടേൺ ഓഫ് ആകും, ദെൻ അഗൈൻ ടേൺ ഓൺ ആകും. അതാണ് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് ആയിട്ട് SCRനെ കമ്മ്യൂട്ടേഷൻ ഓഫിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, ബൈ ഗേറ്റ് വോൾട്ടേജ് നമ്മൾ 0 ആക്കിയിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു തൈറിസ്റ്ററിനെ ഓഫ് സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പൊ അതാണ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ. ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷനിൽ കുറെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തൈറിസ്റ്ററിന്റെ കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ, കമ്മ്യൂട്ടേഷൻ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ പഠിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു കമ്മ്യൂട്ടേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, a M6 controlled converter or 6-pulse half-wave controlled converter is obtained by using a transformer having. ഒരു 6-pulse half-wave controlled converterനെ നമുക്കൊരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതിന് എന്താണ് വേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ അതിന് വേണ്ടത് എന്താണ്? ഇറ്റ് ഈസ് ദ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എ ഡബിൾ സ്റ്റാർ കണക്റ്റഡ് സെക്കൻഡറി വൈൻഡിങ്. ഒരു സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള, ഡബിൾ സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡറി വൈൻഡിങ് ആണ് ആ ഒരു ട്രാൻസ്ഫോമറിന് ആവശ്യമുള്ളത്. ആ ഒരു പൾസ് 6-pulse half-wave controlled converter ഒബ്റ്റെയിൻ ചെയ്യുന്നതിനായിട്ട് ഒരു ട്രാൻസ്ഫോമറിന് ഒരു ഡബിൾ സ്റ്റാർ കണക്റ്റഡ് സെക്കൻഡറി വൈൻഡിങ് ആണ് ആവശ്യമുള്ളത്. ഓക്കെ, നോക്കൂ, M6 requires a transformer having a delta connected primary and double star connected secondary. ഓക്കെ, അതായത് പ്രൈമറി എങ്ങനെയായിരിക്കണം? ഡെൽറ്റ കണക്റ്റഡ് ആയിരിക്കണം. സെക്കൻഡറി എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കണം. 6 SCRകൾ കണക്ട് ചെയ്തിരിക്കുകയാണ് സെക്കൻഡറി സൈഡിലേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഡബിൾ സ്റ്റാർ കണക്റ്റഡ് സെക്കൻഡറി ആണ് നമുക്ക് ആവശ്യം വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. എ തൈറിസ്റ്റർ ഹാസ് എ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് 175 വോൾട്ട് when the gate pulse of 2 milliampere is made to flow. അപ്പോൾ ഒരു ബ്രേക്ക് ഓവർ വോൾട്ടേജ്, ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് 175 ആണ്. ഒരു ഗേറ്റ് പൾസിൽ ഉണ്ടാകുന്ന ആ ഒരു കറന്റ് പോകുന്നത് 2 milliampere ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിലേ ആംഗിളും കണ്ടക്ഷൻ ആംഗിളും കണ്ടുപിടിക്കണം. ഓക്കെ, ഇഫ് സപ്പോസ് ആ ഒരു വേവ് 350 വോൾട്ടേജ് പീക്ക് ആണ് അപ്ലൈ ചെയ്തതെങ്കിൽ വാട്ട് ഈസ് ദ ഡിലേ ആംഗിൾ ആൻഡ് വാട്ട് ഈസ് ദ കണ്ടക്ഷൻ ആംഗിൾ? ഓക്കെ, ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 30 and 150 ആണ് നമുക്ക് റൈറ്റ് ആൻസർ വരുന്നത്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് VBD, that is VS is equal to 175 വോൾട്ട് തന്നിട്ടുണ്ട്. ഗേറ്റ് കറന്റ് 2 milliampere തന്നിട്ടുണ്ട്. മാക്സിമം പീക്ക് വോൾട്ടേജ് 350 വോൾട്ട് തന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് ഡിലേ ആംഗിൾ ആൽഫയും കാൽക്കുലേറ്റ് ചെയ്യണം, കണ്ടക്ഷൻ ആംഗിൾ ബീറ്റയും കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെ? അപ്പൊ നോക്കൂ, നമുക്ക് ഇതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് വരുന്നത്, അല്ലെ? സോ 175 വരെ, അതായത് മാക്സിമം എന്ന് പറയുന്നത് എനിക്ക് ഇതാണ് വരുന്നത്, അല്ലെ? അപ്പോൾ ഡിലേ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ആൽഫയാണ് ഡിലേ ആംഗിൾ എന്ന് പറയുന്നത്. കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് റിമൈനിങ് ആണ് വരുന്നത്, അല്ലെ? ഡിലേ ആംഗിൾ മീൻസ് ആ ഒരു തൈറിസ്റ്റർ ടേൺ ഓൺ ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫയറിംഗ് പൾസ് ആണ് ആ ഒരു ആംഗിൾ.
കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് ആ ഒരു തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിൽ വരുന്ന ഒരു ആംഗിൾ എത്രയാണെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നോക്കൂ, നമുക്ക് VS is equal to VM sin theta എന്നുള്ളത് നമുക്ക് അറിയാം അല്ലെ. സോ ആൽഫ is equal to എന്താ ചെയ്യേണ്ടത്, സൈൻ ഇൻവേഴ്സ് ഓഫ് VS by VM ആണ്. അപ്പൊ നമുക്ക് VS ഉം അറിയാം VM ഉം അറിയാം. അപ്പൊ നോക്കൂ, ആൽഫ is equal to സൈൻ ഇൻവേഴ്സ് ഓഫ് VS by VM, that is equal to 175 by 350. That is equal to sin inverse of 1/2 വരും. So alpha angle, that is delay angle, that is equal to 30 degree ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം പൈ is equal to alpha plus beta ആണ്. നോക്കൂ, ടോട്ടൽ ആയിട്ട് വരുന്ന പൈ എന്ന് പറയുന്നത് ഈ ഒരു ആൽഫ പ്ലസ് റിമൈനിങ് ഈ ബീറ്റ ആണ്. അപ്പോൾ ടോട്ടൽ പൈ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അപ്പൊ 180 ഡിഗ്രിയിൽ നിന്നും ഈ ആൽഫ 30 ഡിഗ്രി മൈനസ് ചെയ്താൽ നമുക്ക് റിമൈനിങ് കിട്ടും. So pi minus alpha എന്ന് കൊടുത്തു. So 180 minus 30, that is equal to beta എന്ന് പറയുന്നത് 150 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ഒരു ടെൻഷൻ ആകും, അയ്യോ ഇത്ര വലിയ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് അതൊന്ന് ജസ്റ്റ് ആലോചിച്ചിട്ട് എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്, നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ്, അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. VS is equal to VM sin alpha എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആൽഫയുടെ വാല്യൂ കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. An UJT triggering circuit is connected across a 20 volt Zener. The value and peak point voltages are 120 volt and 15 volt respectively. The intrinsic standoff ratio is 0.75. It operates at a frequency of 1200 Hz. Find the charging capacitor if R is equal to 50 kilo ohm. അപ്പോൾ നമുക്കൊരു UJT ട്രിഗറിംഗ് സർക്യൂട്ട് ഒരു സെനറിലേക്ക് 20 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. വാല്യൂ വോൾട്ടേജ് തന്നിട്ടുണ്ട്, പീക്ക് പോയിന്റ് വോൾട്ടേജ് തന്നിട്ടുണ്ട് 1 വോൾട്ടും 15 വോൾട്ടും. ഓക്കെ, ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈറ്റ ആണ്. ഈറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് 0.75 തന്നിട്ടുണ്ട്. ഒരു ഫ്രീക്വൻസി, വർക്കിംഗ് ഫ്രീക്വൻസി 1200 തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു റെസിസ്റ്റർ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചാർജിങ് കപ്പാസിറ്റർ. നമുക്കറിയാം ടൈം കോൺസ്റ്റന്റ് ടൗ ഈസ് ഈക്വൽ ടു RC ആണ്. അപ്പൊ ആ ഒരു ചാർജിങ് കപ്പാസിറ്റർ സിയുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആൻസർ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്? 0.107 മൈക്രോ ഫാരഡ്, 0.701, 0.207, 0.807. ഓപ്ഷൻ എ ആണ് നമുക്ക് തന്നിരിക്കുന്നതിൽ റൈറ്റ് ആൻസർ. 0.107 മൈക്രോ ഫാരഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ആൻസർ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. നോക്കൂ, VBB തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 20 വോൾട്ട് ആണ്. VV വാല്യൂ വോൾട്ടേജ് 1 വോൾട്ടും VP പീക്ക് വോൾട്ടേജ് നമുക്ക് 15 ആണ്. ഈറ്റ ഈസ് ഈക്വൽ ടു 0.75 തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി 1200 ഹെർട്സ് ആണെങ്കിൽ R തന്നിട്ടുണ്ട്. അപ്പൊ T ഈസ് ഈക്വൽ ടു 1/f ആണ്. അപ്പൊ നമുക്ക് ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തൂടെ? അപ്പൊ T ദാറ്റ് ഈസ് ഈക്വൽ ടു RC ln 1/1 മൈനസ് ഈറ്റ ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 അതായത് T എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ളത്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാം. T is equal to 1/f എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാം. അതുപോലെ തന്നെ T is equal to RC ln into 1/1 minus eta. ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് അറിയാം. അപ്പൊ ടിയുടെ വാല്യൂ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഒരു വാല്യൂ കിട്ടും, സെക്കൻഡ് ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ഇക്വേഷനും ഇക്വേറ്റ് ചെയ്താൽ മതി അല്ലെ. ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ T is equal to 1/1200 1/f that is equal to R ന്റെ വാല്യൂ അറിയാം, സിയുടെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ln of 1/1 minus eta. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 0.107 മൈക്രോ ഫാരഡ് ആണ്. ഓക്കെ, ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആണ്. അപ്പോൾ 0.107 മൈക്രോ ഫാരഡ് is the right answer, the value of the capacitor. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. A thyristor is triggered by a pulse train of 5 kHz. The duty ratio is 0.4. If allowable average power is 100 watt, then the maximum allowable gate power driver power എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് 5 kHz പൾസ് ട്രെയിനിലാണ് ട്രിഗർ ചെയ്തിരിക്കുന്നത്. ഡ്യൂട്ടി റേഷ്യോ നമുക്ക് 0.4 ആണ്. അലവബിൾ ആയിട്ടുള്ള ആവറേജ് പവർ തന്നിട്ടുണ്ട്. മാക്സിമം പവർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി 250 വാട്ട് ആണ്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? പി ആവറേജ് 100 വാട്ട് തന്നിട്ടുണ്ട്. ഡെൽറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഡ്യൂട്ടി സൈക്കിൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0.4 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് പി മാക്സ് ദാറ്റ് ഈസ് മാക്സിമം പവർ ഷുഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ആവറേജ് ബൈ എഫ് ടി ഓൺ എന്നാണ് അല്ലെ. ദിസ് ഈസ് ദി ഇക്വേഷൻ. നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിയുന്നതാണ്. പി മാക്സ് ദാറ്റ് ഈസ് ഈക്വൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ആവറേജ് ബൈ എഫ് ടി ഓൺ ആണ്.
ഡ്യൂട്ടി സൈക്കിളിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, ടി ഓൺ ബൈ ടി അല്ലെ, ഇതാണ് നമുക്ക് ഡ്യൂട്ടി സൈക്കിളിൽ വരുന്ന ആ ഒരു ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ ടി ഓൺ ആണുള്ളത്, അപ്പൊ അതിനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തൂടെ, ടി ഓൺ ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ടി ഓൺ എന്ന് വരും. അപ്പൊ ഈ ഒരു എഫ് ടി ഓൺ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഡെൽറ്റ. ഇതാണ് നമുക്ക് അറിയുന്ന കാര്യം, കാരണം എഫ് നമുക്കറിയാം എങ്കിലും ടി ഓണിന്റെ വാല്യൂ നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ ഡെൽറ്റയുടെ വാല്യൂ നമുക്ക് അറിയുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡെൽറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പി മാക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ആവറേജ് ബൈ ഡെൽറ്റ. പി ആവറേജ് എന്ന് പറയുന്നത് 100 ആണ്, ഡിവൈഡഡ് ബൈ 0.4 ദാറ്റ് ഇസ് ഈക്വൽ ടു 251. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീക്കിൽ പവർ ഇലക്ട്രോണിക്സിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, 6 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.